ശ്രീ മഹാഭാരതം രചിക്കപ്പെട്ടത് കേവലം ഒരു കഥ നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നൂറുകണക്കിന് ഉപകഥകൾ, അല്ലെങ്കിൽ ആ കാലത്ത് നടന്ന ഒരു ചരിത്രത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന ചോദ്യത്തിന് പല പണ്ഡിതന്മാരും ഉത്തരം പറയുന്നത് അങ്ങനെയല്ല. കഥയിലൂടെ അല്ലെങ്കിൽ കഥ അവതരിപ്പിക്കുന്നതിലൂടെ അതിമഹത്തായ ജീവിത മൂല്യങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് മഹാഭാരതം രചിക്കപ്പെട്ടത് എന്നാണ്. അത് ഏറെക്കുറെ ശരിയുമാണ്. ഒരുപക്ഷെ നടന്ന സംഭവങ്ങൾ, ചരിത്ര സംഭവങ്ങൾ തന്നെയാകാം വ്യാസൻ അവതരിപ്പിച്ചത്. പക്ഷെ എങ്കിലും വ്യാസന്റെ ഉദ്ദേശ്യം ആ കഥകളെ അറിയിക്കുക എന്നതിലുപരിയായിട്ട് വേദതത്വങ്ങളെ, വൈദികമായ ജീവിത ദർശനത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് അദ്ദേഹം അത് ഭഗവത്ഗീതയെയും അതുപോലെ സനത്സുജാതിയും അതുപോലെ ശാന്തിപർവത്തിലുള്ള അനേകായിരം ശ്ലോകങ്ങളിലൂടെയുള്ള ഉപദേശങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുള്ളത്. മറ്റനേകം ഗീതകൾ, അനുഗീത, അംഗീഗീത മുതലായിട്ടുള്ള ഗീതകൾ, അതുപോലെ ഇവിടെ ഉദ്യോഗ പർവത്തിലെ വിദുരോപദേശം അടങ്ങുന്ന പ്രജാഗര പർവം. പ്രജാഗരം എന്ന് വെച്ചാൽ ഉണർന്നിരിക്കുക എന്നാണ്. ഉണർവ് വാസ്തവത്തിൽ അറിവിന്റെ പ്രതീകമാണ് എന്ന് നമുക്കറിയാം. ഇവിടെ രണ്ടു തരം ഉണർന്നിരിക്കുന്ന അവസ്ഥയുണ്ട്. ഒന്ന്, മനസ്സിന് ശാന്തി കിട്ടാത്ത ആളിലുണ്ടാകുന്ന ഉറക്കമില്ലായ്മ. കഥയുടെ സന്ദർഭത്തിൽ ചിന്തിച്ചാൽ ധൃതരാഷ്ട്രർക്കുണ്ടായ ഉറക്കമില്ലായ്മയാണ് ഈ പർവ്വത്തിന്റെ കഥാതന്തു. ഉറക്കം വരാതെ ഇരുന്ന ധൃതരാഷ്ട്രർ സഞ്ജയൻ പ്രത്യേകിച്ചും അദ്ദേഹത്തെ അറിയിക്കാൻ പോകുന്ന ഒരു സന്ദേശം, പാണ്ഡവന്മാരുടെ സന്ദേശത്തെ നാളെ രാവിലെ സഭയിൽ അറിയിക്കണം എന്ന് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. സഞ്ജയൻ പോയതിനു ശേഷം ധൃതരാഷ്ട്രർക്ക് സമാധാനമില്ല, ഉറക്കം വന്നില്ല. അപ്പോഴാണ് വിതുരരെ ആളയച്ച് വരുത്തി ഉപദേശം ആരായുന്നത്. ദ്വാസ്ഥൻ ആണ് അദ്ദേഹത്തെ അന്വേഷിച്ച് പോകുന്നതും വിളിച്ചു കൊണ്ടുവരുന്നതും. അത് തന്റെ ജ്യേഷ്ഠന്റെ രാജാവിന്റെ സമ്മതം വാങ്ങിയ ശേഷം മാത്രം അദ്ദേഹം സഭയിലേക്ക് പ്രവേശിക്കുന്നതുമായ ചില പ്രോട്ടോക്കോളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നിയമപ്രകാരം തന്നെ, അല്ലെങ്കിൽ അതിന്റെ ചിട്ടപ്രകാരം തന്നെ വിതുരര് രാജാവിന്റെ ധൃതരാഷ്ട്രരുടെ അടുത്തേക്ക് വരികയും വിതുരരോട് അദ്ദേഹം സ്വയം ഞാൻ അനുജൻ വിതുരർ വന്നിരിക്കുന്നു എന്ന് അറിയിക്കുകയും ചെയ്തപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു, എനിക്ക് തീരെ സമാധാനം കിട്ടുന്നില്ല. സഞ്ജയൻ എന്നെ നിന്ദിച്ചു. സൂതൻ ആയിട്ടുള്ള ആള്, ഭൃത്യൻ യജമാനെ നിന്ദിക്കാൻ ഉള്ള അധികാരം അക്കാലത്ത് വച്ചു പുലർത്തിയിരുന്നു. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു സൂതന് അധികാരമുണ്ടായിരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. ഏതായാലും അജാതശത്രുവായ ധർമ്മപുത്രരുടെ വാക്യം നാളെ സഭയിൽ അദ്ദേഹം പറയും. തന്മേ ദഹതി ഗാത്രാണി തഥാകാർഷിത് പ്രജാഗരം. ആ ഒരു വാർത്ത, വരാനിരിക്കുന്ന കേൾക്കാൻ പോകുന്ന വാർത്തയെക്കുറിച്ചുള്ള ചിന്ത എൻ്റെ ശരീരത്തെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതെനിക്ക് ഉറക്കമില്ലായ്മ പ്രദാനം ചെയ്തിരിക്കുന്നു, പ്രജാഗരം തന്നിരിക്കുന്നു. ജാഗ്രതോ ദഹ്യമാനസ്യ ചരയോ യദനു പശ്യതി തദ്രോഹിത്വം ഹിനസ്താത ധർമാർത്ഥ കുശലോഹ്യസി. ഉണർന്നിരിക്കുകയും ദഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എനിക്ക് എന്താണ് ശ്രേയസ്സായിട്ടുള്ളത് എന്ന കാര്യം നീ എനിക്ക് പറഞ്ഞു തരിക. നീ ധർമാർത്ഥങ്ങളെ വേണ്ടവണ്ണം അറിയുന്നവനാണ്. എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും അതിൻ്റെ സ്വഭാവത്തെ വിട്ടിരിക്കുന്നു. വിപരീതമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. കിം വക്ഷരീത്യവ മേദ്യ പ്രചിന്ത. നാളെ എന്താണ് അവൻ പറയുക? എന്തായാലും താൻ കുഴിച്ച കുഴിയിലാണ് താൻ വീഴാൻ പോകുന്നത്. താൻ ചെയ്തതിൻ്റെ സ്വയം കൃതാനർത്ഥമാണ് അനുഭവിക്കാൻ പോകുന്നത്. അതിൽ ആർക്കും സംശയമില്ല. ധൃതരാഷ്ട്രർ ചിന്തിക്കുകയാണ്, താൻ തന്നെ വരുത്തി വെച്ച ഈ വിന എങ്ങനെയാണ് തനിക്കെതിരെ ആഞ്ഞു കുത്തുക, തിരിച്ചു കുത്തുക എന്നതാണ് അദ്ദേഹത്തിന്റെ വലിയ ആധി. അതിനെക്കുറിച്ച് ചിന്തിച്ചാണ് നാളെ എന്തു പറയും, നാളെ സഞ്ജയൻ എന്തു പറയും എന്നാണ് അദ്ദേഹത്തിന്റെ ആധി. അപ്പോൾ വിതുരര് തന്റെ വാക്യങ്ങൾ ആരംഭിക്കുകയാണ്. കൃത്യമായ അദ്ദേഹത്തിന് ചില ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് പോലെ അദ്ദേഹം ചെയ്ത പാപങ്ങളുടെ ഫലമാണ് അനുഭവിക്കാൻ പോകുന്നത് എന്ന് കാണിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ്, ജ്യേഷ്ഠ, രാജാവേ, അഭിയുക്തം ബലവത ദുർബലം ഹീനസാധനം ഹൃതസ്വം കാമിനം ചോരം ആവിശന്തി പ്രജാഗരാഹ. ആർക്കൊക്കെയാണ് ഉറക്കമില്ലായ്മ വന്നു ചേരുന്നത്? ബലവത അഭിയുക്തം, ശക്തി ഉള്ളവനുമായി ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുന്നവർ. ദുർബലന്മാർ, ശക്തി ഇല്ലാത്തവർക്ക്. ഹീനസാധനം, യുദ്ധം ചെയ്യാനും മറ്റും സാമഗ്രികൾ കയ്യിലില്ലാത്തവൻ. ഹൃതസ്വം, തൻ്റെ സ്വത്ത് അപഹരിക്കപ്പെട്ടിരിക്കുന്ന ആളിന് ഉറക്കം നഷ്ടപ്പെടും. കാമിനം, കാമുകനും കാമികമാർക്കും ഉറക്കം നഷ്ടപ്പെടും. ചോരം,
കള്ളൻ മാത്രം ഉറക്കം നഷ്ടപ്പെടും. ഇത്തരം ആളുകളിൽ അങ്ങ് ആരാണ് എന്നാണ് ഇതിൽ പറഞ്ഞതിന്റെ അർത്ഥം. കച്ചിതേതേർ മഹാദോഷൈ നസ്പൃഷ്ടോസി നരാധിപ കച്ചിച്ച പരവിത്യേഷു ഗൃഭ്യെന്ന പരിതപ്യസേ. ഈ പറഞ്ഞ മഹാദോഷങ്ങളിൽ ഏത് ദോഷമാണ് അങ്ങയെ ബാധിച്ചിരിക്കുന്നത്, അങ്ങയെ സ്പർശിച്ചിരിക്കുന്നത്? അങ്ങ് പരവിത്വം, അന്യന്റെ മുതൽ അന്യന്റെ സ്വത്തിൽ അത്യാഗ്രഹം വെച്ചുകൊണ്ട് ഉണ്ടായ പരിതാപമാണോ ഇത് എന്ന് ചോദിക്കുകയാണ്. സത്യമാണ്, അത് തന്നെയാണ്, അതെ എന്ന് ആണ് അവിടെ ഉത്തരം പറയേണ്ടത്. ധൃതരാഷ്ട്രർ പറഞ്ഞു, നീ ഒരുത്തൻ മാത്രമേ എൻ്റെ ഈ വംശത്തിൽ എനിക്ക് അറിവ് പകർന്നു നൽകുന്ന പ്രാജ്ഞനായിട്ട് ഞാൻ കാണുന്നുള്ളൂ, നീ എനിക്ക് ഉപദേശം നൽകൂ എന്ന് പറഞ്ഞു. ഇവരോട് പറഞ്ഞു, ധർമ്മജൻ ലക്ഷണസമ്പന്നനായ രാജകുമാരനാണ്, അല്ലെങ്കിൽ രാജാവാണ്, ത്രൈലോക്യാധിപൻ ആകാനുള്ള യോഗ്യതയുണ്ട്, എങ്കിലും അദ്ദേഹത്തെ അങ്ങ് കാട്ടിലേക്ക് അയച്ചു. നിനക്ക് കണ്ണിന് കാഴ്ചയില്ല, കണ്ണിന് മാത്രമല്ല ഉൾക്കണ്ണിനും കാഴ്ചയില്ല, അന്ധതയാണ് നിന്നെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ രോഗം. അതുകൊണ്ടാണ് നിനക്ക് വിപരീത ആചരണം ചെയ്യേണ്ടി വരുന്നത്. അഹിംസ, ദയ, ധർമ്മം, സത്യം, പരാക്രമം എന്നീ ഗുണങ്ങൾ ധർമ്മജനിൽ ഉണ്ടായിട്ടും അദ്ദേഹം നിന്നെ ആക്രമിക്കാതിരിക്കുന്നത്, നിന്റെ മക്കളെ ആക്രമിക്കാതിരിക്കുന്നത് നിന്നിൽ ഗുരുത്വം കണ്ടിട്ടാണ്. നീ ഗുരുവാണ്, പ്രായം കൂടിയ ആളാണ്, മുതിർന്ന ആളാണ്, ഗുരു സമാനനാണ് എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം ക്ഷമയോടുകൂടിയിരിക്കുന്നത്, എല്ലാം സഹിക്കുന്നത്. അതേ സമയത്ത് നീ ദുര്യോധനൻ, ശകുനി, കർണൻ, ദുശാസൻ ഈ 4 പേരെ ഐശ്വര്യത്തിൽ ഈ കുടിയിരുത്തിയിട്ട് അധികാരം നൽകിയിട്ട് എങ്ങനെയാണ് നീ നന്മ ആഗ്രഹിക്കുന്നത്, എനിക്ക് എങ്ങനെ നന്മ വരാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആമുഖം പറഞ്ഞു. ആമുഖത്തിന് ശേഷം അദ്ദേഹം പണ്ഡിതന്റെ ലക്ഷണം എന്താണ്, മൂഢന്റെ ലക്ഷണം എന്താണ് എന്നാണ് തുടർന്ന് പറയുന്നത്. ശ്രദ്ധയോടെ കേൾക്കുക. നല്ല മനോഹരമായ ശ്ലോകങ്ങളാണ്, കുറിച്ചു വെക്കേണ്ട ശ്ലോകങ്ങളാണ്, മനസ്സിൽ കുറിച്ചു വെക്കേണ്ടവയാണ്. നമുക്ക് പല സന്ദർഭങ്ങളിലും പല വേദികളിലും പല സഭകളിലും പ്രഭാഷണം ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുമ്പോൾ, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എഴുതി തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സൂക്തങ്ങൾ, നല്ല സുഭാഷിതങ്ങളാണ് ഈ വിതുരവാക്യത്തിൽ മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അതിന്റെ പ്രാധാന്യം അനുസരിച്ചാണ് ഇവിടെ വർണ്ണിക്കുന്നത്. പണ്ഡിത ലക്ഷണം പറയുകയാണ്. നിഷേപതേ പ്രശസ്താനി നിന്ദിതാനി ന സേവതേ അനാസ്തിക ശ്രദ്ധധാന ഏതത് പണ്ഡിത ലക്ഷണം. പ്രശസ്താനി നിഷേപതേ, ഏറ്റവും എല്ലാവരും അംഗീകരിച്ച കാര്യങ്ങളെ മാത്രം ചെയ്യുക, അത്തരം കർമ്മങ്ങൾ മാത്രം ചെയ്യുക, നിന്ദ്യമായ കർമ്മങ്ങളെ ചെയ്യാതിരിക്കുക, നാസ്തികത്വം ഇല്ലാതിരിക്കുക, ശ്രദ്ധ വച്ച് പുലർത്തുക, ഇത് പണ്ഡിതന്റെ ലക്ഷണമാണ്. പിന്നെ ക്രോധം, ഹർഷം, ദർപ്പം, ലജ്ജ, സ്തംഭം എന്നിവ യാതൊരാളെ പുരുഷാർത്ഥത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാതിരിക്കുന്നുവോ, പുരുഷാർത്ഥത്തിന് വേണ്ടിയുള്ള, സുഖത്തിന് വേണ്ടിയുള്ള തന്റെ പ്രവർത്തനത്തിൽ ഇവ തടസ്സമാകാതിരിക്കുന്ന ആളുകളാണ് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. യസ്യ കൃത്യം ന ജാനന്തി മന്ത്രം വാ മന്ത്രിതം പരേ കൃതമേവാസ്യ ജാനന്തി സവയേ പണ്ഡിത ഉച്ചരേ. ഉത്തമനായ ഒരു രാജാവ് പണ്ഡിതനാണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ആ രാജാവിന്റെ കൃത്യം, അയാൾ ചെയ്യാൻ പോകുന്ന കാര്യവും അയാൾ തന്റെ മന്ത്രിമാരുമായി ചർച്ച ചെയ്ത മന്ത്രണങ്ങളും ആസൂത്രണങ്ങളും ആർക്കും അറിയാൻ സാധിക്കില്ല. ചെയ്ത ശേഷം മാത്രമേ, കൃതമേവാസ്യ ജാനന്തി, ചെയ്ത കാര്യം മാത്രമേ ആളുകൾ അറിയുകയുള്ളൂ. അങ്ങനെയുള്ള രാജാവാണ് പണ്ഡിതൻ. എന്ന് വെച്ചാൽ തന്റെ രഹസ്യങ്ങൾ ചോർന്നു പോകാതിരിക്കുക, ആസൂത്രണങ്ങൾ മറ്റാരും അറിയാതിരിക്കുക, തന്റെ മന്ത്രണങ്ങൾ, ചർച്ചകളൊക്കെ തന്നെ രഹസ്യമാക്കി വെക്കാൻ കഴിവുള്ളവനായിരിക്കണം. അപ്പൊ ചെയ്തതിന് ശേഷം മാത്രം അതിന് പേര് ഉണ്ടാവുക. യസ്യ കൃത്യം ന വിഘ്നന്തി ശീതമുഷ്ണം ഭയം രതി സമൃദ്ധിർവാസവേ പണ്ഡിത ഉച്യതേ. യാതൊരാൾക്ക് ശീതം, ഉഷ്ണം, ഭയം, രതി, സമൃദ്ധി, ദാരിദ്ര്യം, സമൃദ്ധി ഇല്ലായ്മ, ഇതൊന്നും തന്നെ യാതൊരാളുടെ പ്രവൃത്തിക്ക് തടസ്സമാകാതിരിക്കുന്നുവോ അവൻ പണ്ഡിതനാണ്. എന്ന് വെച്ചാൽ നമുക്കുണ്ടാകുന്ന ബാഹ്യമായ അവസ്ഥകളെ, സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് തൻ്റെ കർമ്മത്തിൽ മാറ്റം വരരുത്, കർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത് പണ്ഡിതൻ എന്നർത്ഥം. യഥാശക്തി കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുകയും യഥാശക്തി കർമ്മം ചെയ്യുകയും ഒന്നിനെയും ചെറുതായി കാണാതിരിക്കുകയും ചെയ്യുന്നവനാണ് പണ്ഡിതൻ. എന്നാ കിഞ്ചിത് അവമന്യതയെ, ഒന്നും നിസ്സാരമായി കാണുകയില്ല. ചെറിയ പ്രശ്നത്തെയും ചെറിയ കാര്യങ്ങളെയും അത് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി വിചിന്തനം ചെയ്യുന്നവനാണ് പണ്ഡിതൻ എന്നർത്ഥം. ക്ഷിപ്രം വിജാനാതി ചിരം ശൃണോതി വിജ്ഞായ ചാർത്ഥം ഭയത്തെ ന കാമാത് നാസം പൃഷ്ടോ വ്യവയുക്തേ പരാർത്ഥേ തത്പ്രജ്ഞാനം പ്രഥമം പണ്ഡിതസ്യ. ഒരു പണ്ഡിതൻ പ്രാഥമികമായിട്ട് വെച്ച് പുലർത്തേണ്ട ജ്ഞാനം എന്താണ്? ക്ഷിപ്രം വിജാനാതി, മറ്റുള്ളവർ പറയുമ്പോൾ പെട്ടെന്ന് കാര്യത്തെ മനസ്സിലാക്കുക. ചിരം ശൃണോതി, ചിലപ്പോൾ അയാൾ ദീർഘമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ
മുഴുവൻ പൂർണ്ണമായിട്ട് അതിനെ കേൾക്കുക, ദീർഘമായിട്ട് മറ്റൊരാൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു സഹിഷ്ണുത, ഒരു സഹനശക്തി ഉണ്ടായിരിക്കണം, ക്ഷമയുണ്ടായിരിക്കണം. വിജ്ഞായതാർത്ഥം ഭയതേ എന്ന കാമാവ്, ഒരു കാര്യത്തെ അറിഞ്ഞതിന് ശേഷമാണ് അതിനെ അനുഷ്ഠിക്കുക, അല്ലാതെ കാമാസക്തി കൊണ്ട് ആഗ്രഹങ്ങൾ കൊണ്ട് ഏതെങ്കിലും കർമ്മത്തിലേക്ക് എടുത്തു ചാടി ചെയ്യുകയില്ല. നാസം പൃഷ്ടോ വ്യപയുക്തേ പരാർത്ഥേ, മറ്റുള്ളവരോട് ചോദിച്ചറിയാതെ ഒന്നിനെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും അഭിപ്രായം പറയുകയില്ല. ഇതൊക്കെ പണ്ഡിതന്റെ പ്രാഥമിക ലക്ഷണങ്ങളാണ്. അപ്രാപ്യ വസ്തുവിനെ, അതായത് നേടാൻ സാധിക്കാത്ത വസ്തുവിനെ ആഗ്രഹിക്കുകയില്ല, നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ദുഃഖിക്കുകയുമില്ല, ആപത്തിലും അവൻ ഒരിക്കലും ഭ്രമിച്ചു പോവുകയില്ല. നിശ്ചിത്തയ പ്രക്രമതേ നാന്തർവസതി കർമ്മണ അവന്ധ്യകാലോ വശ്യാത്മാ സവേ പണ്ഡിത ഉച്ചവേ. ആരാണ് പണ്ഡിതൻ? ഒരു കാര്യം നിശ്ചയിച്ച ശേഷം മാത്രം തുടങ്ങുക, മുൻകൂട്ടി നിശ്ചയിച്ച കാര്യത്തിലേക്ക് കടക്കുക. നാന്തർവസതി കർമ്മണ, ഒരു കർമ്മം തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയിൽ വെച്ച് നിർത്തിവെക്കുകയില്ല, അത് അനാവശ്യമായിട്ടുള്ള ഒരു വിളംബം ഉണ്ടാക്കുകയില്ല. അവന്ധ്യകാലോ വശ്യാത്മാ, ഒരിക്കലും സമയം കളയുന്നില്ല, കാലത്തെ വന്ധ്യമാക്കി കാലത്തിന്റെ സമയത്തിന്റെ വില കളയുക, അങ്ങനെ ഒരു പണ്ഡിതൻ ചെയ്യുകയില്ല. ഇതാണ് പണ്ഡിത ലക്ഷണം. ആദരവിൽ ഹർഷം ഇല്ല, അപമാനത്തിൽ ദുഃഖവുമില്ല. ഗാംഗോ ഹൃദ ഇവ അക്ഷോഭ്യ എന്ന് പറഞ്ഞിരിക്കുന്നു. ഗംഗാ നദിക്കു നടുവിലുള്ള ഒരു കയം, ഉള്ളിൽ അതിൽ നല്ല ആഴമുള്ള കയം, ആഴക്കയത്തിനടിയിൽ അവിടെ വെള്ളത്തിന് ചലനം ഉണ്ടാവുകയില്ല. അതുപോലെ അക്ഷോഭ്യമായിരിക്കുന്നവനാണ് പണ്ഡിതൻ. അതുപോലെ ആശു ഗ്രന്ഥസ്യ വക്താത ഊഹവൻ പ്രതിഭാനവൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അതായത് കാര്യങ്ങളെ മുൻകൂട്ടി അറിയുക, പ്രതിഭ പ്രവർത്തിപ്പിക്കുക, മനോഹരമായിട്ട് സംസാരിക്കുക, അതുപോലെ ഗ്രന്ഥങ്ങളെ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവുക, അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തിന്റെ സാരം പെട്ടെന്ന് ചുരുക്കി പറയാനുള്ള കഴിവും ഒരു പണ്ഡിതന്റെ ലക്ഷണമാണ്. ബുദ്ധിക്കൊത്ത പഠിപ്പുള്ളൊൻ പഠിപ്പിന്നൊത്ത ബുദ്ധിയും അർത്ഥമര്യാദ തെറ്റാത്വൻ പണ്ഡിത പേരെടുത്തിടും. കുഞ്ഞുകുട്ടൻ നമ്പരന്റെ തർജ്ജമയാണ് ഞാനിവിടെ പറഞ്ഞത്. ബുദ്ധിക്ക് അനുസരിച്ചുള്ള വിദ്യ, വിദ്യക്കനുസരിച്ചുള്ള ബുദ്ധി. അർത്ഥമര്യാദ, ധനം നേടുന്നത് എങ്ങനെ വേണം എന്ന കാര്യത്തിൽ മര്യാദ തെറ്റാതിരിക്കുന്നവരും പണ്ഡിതരെന്ന് അറിയപ്പെടും. ഇനി മൂഢന്മാരുടെ ലക്ഷണമാണ് പറയുന്നത്. അറിവില്ലാതെ ഗർവിപ്പോൻ, സ്വത്തില്ലാതെ ആശ വെച്ചവൻ, പണിയാതെ അർത്ഥമാശിപ്പോൻ മൂഢനെന്നോതുമേ ബുധർ. അറിവില്ലാതെ അജ്ഞാനിയായി ഇരുന്നിട്ടും എനിക്ക് അറിവുണ്ട് എന്ന് അഹങ്കരിക്കുന്നവൻ, കയ്യിൽ ധനമില്ല, സമ്പത്തില്ലാതെ തന്നെ വലിയ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവനും മൂഢനാണ്. ജോലി ചെയ്യാതെ, കർമ്മം ചെയ്യാതെ ധനം ആഗ്രഹിക്കുന്നവനും മൂഢനാണ്. ഇതാണ് മൂഢന്റെ ലക്ഷണം. ആയില്ല. അനാഹൂത പ്രവിശതി അപൃഷ്ടോ ബഹുഭാഷത്തെ അവിശ്വസ്തേ വിശ്വസിതി മൂഢചേത നരാധമ. വിളിക്കാതെ ഒരിടത്ത് കയറി ചെല്ലുക, ചോദിക്കാതെ തന്നെ കണ്ടമാനം ധാരാളമായിട്ട് സംസാരിക്കുക, വിശ്വസിക്കാൻ കൊള്ളാത്തവനെ വിശ്വസിക്കുക, അങ്ങനെയുള്ളവൻ മൂഢബുദ്ധിയാണ്, തരംതാണ മനുഷ്യനുമാണ്. പരംക്ഷപതി ദോഷേണ വർത്തമാന സ്വയം തഥാ ക്രുദ്ധത്യനീശാന സജ മൂഢതമോ നര. മൂഢതമൻ, ഏറ്റവും വലിയ മൂഢനാരാണ്? പരംക്ഷപതി, അന്യനെ ആക്ഷേപിക്കുക, അന്യനെ നിന്ദിക്കുക. എന്തിന്? എങ്ങനെ? അവരിൽ നമ്മൾ ആരോപിക്കുന്ന ദോഷം ശരിക്കും നമ്മളിൽ ആ ദോഷമുണ്ട്, അവനവനിൽ ഈ ദോഷം ഉണ്ടായിട്ടും അത് കാണാതെ, അതായത് അവനവന്റെ കണ്ണിലുള്ള വലിയ ഒരു പൊടി കാണാതെ അന്യന്റെ കണ്ണിലെ കരടെടുക്കാൻ നോക്കുന്നവൻ എന്നർത്ഥം. ദോഷേണ വർത്തമാന സ്വയം, ദോഷങ്ങളോടുകൂടി ഇരിക്കുകയും അന്യന്റെ ദോഷത്തെ ആക്ഷേപിക്കുകയും, അനീശാനഹ ക്രുദ്ധതി എന്ന് വെച്ചാൽ തനിക്ക് തടുക്കാൻ ശക്തിയില്ല എങ്കിലും ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് കോപിക്കുക. വെറുതെയുള്ള കോപം കൊണ്ട് പ്രയോജനമില്ല. ഒരാൾ ചെയ്യുന്ന തെറ്റ് കണ്ടിട്ട് നമുക്ക് കോപം ഉണ്ടാകുന്നെങ്കിൽ നമുക്കതിനെ തടയാനുള്ള ശക്തി കൂടി ഉണ്ടാകണം. ആ ശക്തി ഇല്ലെങ്കിൽ നമ്മൾ കോപിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്, നമ്മുടെ തടി കേടാകാതിരിക്കാൻ നല്ലത്, നമ്മുടെ മാനസികാരോഗ്യത്തിന് നല്ലത് എന്നർത്ഥം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവൻ, ഇതിന് വിപരീതമായി ചെയ്യുന്നവൻ മൂഢതമനാകുന്നു. ഇങ്ങനെ പണ്ഡിത ലക്ഷണവും മൂഢലക്ഷണവും ധാരാളമായിട്ട് പറഞ്ഞു. അതിനുശേഷം ഇനി സംഖ്യകളെ കൊണ്ടുള്ള ഒരു കളിയാണ്. അതായത് 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ വെച്ചുകൊണ്ട് ഓരോ സംഖ്യ കൊണ്ടും നിരവധി തത്വങ്ങൾ പറയുക. 1 എന്ന സംഖ്യയുടെ പ്രാധാന്യം, അല്ലെങ്കിൽ 1 എന്ന സംഖ്യ വെച്ചുകൊണ്ട് നിരവധി കാര്യങ്ങൾ, 2 കൊണ്ട് 3 കൊണ്ട്, ഇങ്ങനെ ഈ എണ്ണം പറഞ്ഞുകൊണ്ട്, ഓരോ സംഖ്യ പറഞ്ഞുകൊണ്ട് ആ സംഖ്യക്ക് അനുസരിച്ചിട്ടുള്ള നിരവധി ജീവിത മൂല്യങ്ങളെ എണ്ണി എണ്ണി പറയുന്ന ഉപദേശങ്ങൾ തുടർന്ന് നമുക്ക് ശ്രദ്ധിക്കാം.